കോഴിക്കോട് രാത്രികാല യാത്രകളിൽ പലർക്കും ആശ്രയമാകുന്ന നൈറ്റ് റൈഡറുടെ വിശേഷം അറിയാം. ഇനി നഗരപരിധിയിൽ നേരം വൈകിയെത്തുന്ന പലരും പതിവായി തേടുന്നത് ഈ ഇലക്ട്രിക് ഓട്ടോ ഡ്രൈവറെയാണ്. ബട്ടിനോട് പോവോ? കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വണ്ടിക്ക് സ്ഥിരം വന്നെത്തുന്ന യാത്രക്കാരിൽ ചിലർ ഓട്ടോ ബേയിൽ തിരയാറുള്ളത് ഒരേ ഒരു മുഖമാണ്. സ്ഥിരം ട്രെയിനിൽ വന്നിറങ്ങുന്നവർക്ക് അവരെ അറിയാം. കോഴിക്കോട് ചുരുക്കം ചില വനിതാ ഓട്ടോ ഡ്രൈവർമാരിൽ രാത്രികാലം മാത്രം ഓട്ടത്തിന് തിരഞ്ഞെടുത്ത ആ നൈറ്റ് റൈഡർ റൈഹാനത്താണ്. ഓൺലൈൻ ഫുഡ് ഡെലിവറിയും ഇ കാർട്ടുമായി ജീവിതയാത്ര തുടർന്ന റൈഹാനത്ത് 2 വർഷമായി ഇലക്ട്രിക് ഓട്ടോയുടെ സാരഥിയായിട്ട്. ഓടിത്തളർന്ന് വീടണയാൻ പലരും തയ്യാറെടുക്കുമ്പോഴാണ് റൈഹാനത്ത് തന്റെ ഓട്ടോയുമായി നഗരത്തിലെത്തുക. രാത്രി മുതൽ രാവിലെ വരെ ഏത് ദീർഘയാത്രയ്ക്കും തയ്യാറായ റൈഡറായി അവർ പേരുമെടുത്തു. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കുന്നവരാണ്. അതായത് അവര് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, ബുദ്ധിമുട്ടിക്കണ്ട അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നോട് ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പോരാത്തതിന് ചിലരൊക്കെ പൈസ തരികയാണെങ്കിലൊക്കെ കൂടുതൽ തരുമ്പോൾ ഞാൻ അങ്ങോട്ട് ബാക്കി കൊടുത്താൽ പറയും, പോട്ടെന്നെ ഈ രാത്രിയൊക്കെ നിങ്ങളൊരു പെണ്ണായിട്ട് കൂടി ഓടണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ, ജീവിക്കാനല്ലേ, വെച്ചോ അങ്ങനെ പറഞ്ഞിട്ട് തരുന്നവരൊക്കെയാണ്. രാത്രികാലത്ത് സ്ത്രീകൾക്കുൾപ്പെടെ പലർക്കും റൈഹാനത്തിന്റെ ഓട്ടോ ആശ്വാസമാകാറുണ്ട്. ജീവിത പ്രതിസന്ധികൾക്കിടെ കൈവിട്ട ജീവിതത്തിന് കൈത്താങ്ങാവാനായാണ് ഓട്ടോ ഡ്രൈവറുടെ കുപ്പായമണിഞ്ഞത്. തന്റെ രാത്രികാല സർവീസ് സ്ത്രീകൾക്കുൾപ്പെടെ ആത്മവിശ്വാസം പകരുന്നുണ്ടെന്നറിയുമ്പോൾ റൈഹാനത്തിന്റെ ചുണ്ടിൽ ചിരി വിടരും. എല്ലാവർക്കും ഒരു വലിയൊരു ഉപകാരവുമാണ്, ഒരു ആശ്വാസവുമാണ് നമ്മുടെ ഈ ഒരു ഓട്ടോ ഡ്രൈവർ. ക്യാമറമാൻ സജീദ് അറിയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.